ഹേയ് ഗായ്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയുമായിട്ട് ഞാൻ എത്തിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, സെത്ത് റോളിൻസ് ജോൺസിനെതിരെ മത്സരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ചും. രണ്ടാമത്തെ കാര്യം, AJ സ്റ്റൈൽസ് WWEയിലേക്ക് എന്നായിരിക്കും തിരിച്ചു വരിക എന്നുള്ളതിനെക്കുറിച്ചുമാണ്. ഈ വർഷം നടന്നിട്ടുണ്ടായിരുന്ന മണി ഇൻ ദ ബാങ്കിൽ 2025 താൻ റിട്ടയർ ചെയ്യുമെന്ന് ജോൺസിന തന്നെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുള്ളതായിരുന്നു. 16 തവണ ചാമ്പ്യനായിട്ടുണ്ടായിരുന്ന ജോൺസിന 17ാമത്തെ തവണ ചാമ്പ്യനാകുമോ, അതോ ഇതുവരെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിക്കാത്ത ജോൺസിന ആ ഒരു ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുമോ എന്നുള്ളതെല്ലാം തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാന ക്വസ്റ്റ്യൻസ്. ബഫല്ലോ ബിൽസ് ടീം റിപ്പോർട്ടറിന് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂവിൽ സെത്ത് റോളിൻസിനോട് ഈ ഒരു ജോൺസിനയുടെ കാര്യം ചോദിക്കുകയുണ്ടായി. അതിൽ സെത്ത് റോളിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ജോൺസിന ഇതുവരെ മത്സരിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച രീതിയിലായിരിക്കും ഇനി മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ ആ ഒരു വർഷത്തെ ആ ഒരു മാച്ച് കാണാനും അദ്ദേഹത്തിന്റെ സ്റ്റോറി ലൈനുകൾ കാണാനും അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാണാനും ഞാനും കാത്തിരിക്കുകയാണ്. അതിന്റെ കൂടെ എനിക്കും ഒരു ഭാഗമാവാൻ കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് സെത്ത് റോളിൻസിന് ജോൺസിനെതിരെ അദ്ദേഹത്തിന്റെ ഏറ്റവും അവസാനത്തെ റണ്ണിൽ ഒരു മാച്ച് കളിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്ന് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2025 നടക്കാൻ വേണ്ടി പോകുന്ന റോയൽ റംബിൾ, എലിമിനേഷൻ ചാമ്പർ, റെസൽമേനിയ 41 എന്നീ പേപ്പർ വ്യൂകളിലെല്ലാം തന്നെ ജോൺസിന് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഏകദേശം 100ഓളം ഡേറ്റുകളിൽ ജോൺസിന് വരുമെന്നെല്ലാം തന്നെ ചില മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ 36ഓളം ഡേറ്റുകളിൽ വരും എന്നുള്ളതാണ് മറ്റ് ചില ന്യൂസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. 2025 ഡിസംബർ മാസത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു റൺ തീർക്കുക എന്നെല്ലാം തന്നെയാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ജോൺസിനെയും സെത്ത് റോളിൻസും ഇതിനു മുൻപേ തന്നെ മത്സരിച്ച സമയങ്ങളിലെല്ലാം തന്നെ നല്ല കിടിലൻ മാച്ചുകളും കിടിലൻ സ്റ്റോറി ലൈനുകളും നമുക്ക് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും അത് ആവർത്തിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്ലാഷ് അറ്റ് ദി കാസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേപ്പർ വ്യൂവിൽ കോഡി റോഡ്സ് വേഴ്സസ് AJ സ്റ്റൈൽസ് തമ്മിലുണ്ടായിരുന്ന മാച്ചിൽ ഐക്വിറ്റ് മാച്ച് കളിച്ചതിന് ശേഷം പിന്നീട് AJ സ്റ്റൈൽസിനെ ആരും തന്നെ കണ്ടിട്ടില്ല. ഓഗസ്റ്റ് 9 നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ AJ സ്റ്റൈൽസ് തിരിച്ചു വരുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലും അദ്ദേഹം തിരിച്ചു വന്നിട്ടില്ല. പ്രോ റെസ്ലിംഗ് ഇൻസൈഡർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ WWEക്ക് ഒരു ക്രിയേറ്റീവ് പ്ലാൻ AJ സ്റ്റൈൽസുമായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് സമയമാകുമ്പോഴേക്കും WWE തുറന്നു വിടും എന്നുള്ളതായിരുന്നു. അതായത് ആ ഒരു സ്റ്റോറിയുമായിട്ട് AJ സ്റ്റൈൽസിനെ പുറത്തേക്ക് വിടുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഫിൻ ബാലർ, AJ സ്റ്റൈൽസ്, ലിവ് മോർഗൻ ഇവർ 3 പേരും കൂടി ക്ലബ് എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് ക്ലബിന്റെ ഒരു വേർഷൻ WWEയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫിൻ ബാലറും ലിവ് മോർഗനും കൂടി ജഡ്ജ്മെന്റ് ഡേയിൽ ഒരു മെമ്പേഴ്സായി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ AJ സ്റ്റൈൽസും ജഡ്ജ്മെന്റ് ഡേയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. ഓഗസ്റ്റ് 31 നടക്കുന്ന ബാഷ് ഇൻ ബെർലിൻ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വ്യൂവിൽ AJ സ്റ്റൈൽസ് മത്സരിക്കും എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇനി അദ്ദേഹം മത്സരിക്കുകയാണോ അതോ ബാഷ് ഇൻ ബെർലിൻ എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ വ്യൂവിലായിരിക്കുമോ AJ സ്റ്റൈൽസ് തിരിച്ചു വരിക എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ബാഷ് ഇൻ ബെർലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന പേപ്പർ വ്യൂവിൽ ഡൊമിനിക് മിസ്റ്റീരിയോ ആൻഡ് ലിവ് മോർഗൻ വേഴ്സസ് റിയ റിപ്ലൈ ആൻഡ് ഡാമിൻ പ്രീസ്റ്റ് തമ്മിലുള്ള ഒരു മിക്സഡ് ടാഗ് ടീം മാച്ചും നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ സെത്ത് റോളിൻസ് ജോൺസിനെതിരെ മത്സരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? AJ സ്റ്റൈൽസ് എന്നായിരിക്കും തിരിച്ചു വരിക? രണ്ടഭിപ്രായവും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്.